രാജു, നമ്മുടെ ഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും സമുദ്രമാണെന്ന് നമുക്കറിയാമല്ലോ. കരഭാഗങ്ങളെയാണ് നമ്മൾ ഭൂഖണ്ഡങ്ങൾ, വൻകരകൾ എന്ന് വിളിക്കുന്നത്. എത്ര ഭൂഖണ്ഡങ്ങളുണ്ട്? നമുക്കാകെ 7 ഭൂഖണ്ഡങ്ങളുണ്ട്. അവയെല്ലാം വ്യത്യസ്തമായ ഭൂപ്രകൃതിയും കാലാവസ്ഥയും സസ്യജന്തുജാലങ്ങളും ഉൾക്കൊള്ളുന്നു. ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ എന്നിവയാണ് ആ 7 ഭൂഖണ്ഡങ്ങൾ. ഇതിൽ നമ്മുടെ രാജ്യം ഉൾപ്പെടുന്ന ഭൂഖണ്ഡമേതാണ്? നമ്മുടെ രാജ്യമായ ഇന്ത്യ ഉൾപ്പെടുന്നത് ഏഷ്യ വൻകരയിലാണ്. ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന വിശാലമായ കരഭാഗമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഒരു പ്രത്യേകത എന്താണ്? ഈ ഭാഗം മറ്റു ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഭൂപ്രകൃതിയുടെയും കാലാവസ്ഥയുടെയും കാര്യത്തിൽ ഒരു പ്രത്യേകത നിലനിർത്തുന്നു. ഉപഭൂഖണ്ഡത്തിൽ 6 പ്രധാന രാജ്യങ്ങളുണ്ട്. അവ ഏതൊക്കെയാണ്? ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ, മാലിദ്വീപ്, ശ്രീലങ്ക എന്നിവയാണവ. ഇതിൽ മാലിദ്വീപും ശ്രീലങ്കയും ദ്വീപ് രാജ്യങ്ങളാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന പ്രധാന മണ്ണിനങ്ങൾ ഏതൊക്കെയാണ്? മണ്ണ് ഭൂപ്രകൃതി, കാലാവസ്ഥ, സസ്യാവരണം എന്നിവയെ ആശ്രയിച്ചിരിക്കും. പ്രധാന മണ്ണിനങ്ങൾ ഇവയാണ്: എക്കൽ മണ്ണ്, അലൂവിയൽ സോയിൽ, നദീതടങ്ങളിലും തീരപ്രദേശങ്ങളിലും കാണപ്പെടുന്നു. നെല്ല്, ഗോതമ്പ് എന്നിവയ്ക്ക് ഉത്തമം. കറുത്ത മണ്ണ്, ബ്ലാക്ക് സോയിൽ, അഗ്നിപർവ്വതശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ചുണ്ടാകുന്നു. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. ചുവന്ന മണ്ണ്, റെഡ് സോയിൽ, ഇരുമ്പിന്റെ അംശം കൂടുതലുള്ളതിനാൽ ചുവപ്പ് നിറം. ലാറ്ററൈറ്റ് മണ്ണ്, ലാറ്ററൈറ്റ് സോയിൽ, മഴ കൂടുതലുള്ള പ്രദേശങ്ങളിൽ കാണുന്നു. കേരളത്തിൽ ഈ മണ്ണ് ധാരാളമുണ്ട്. കശുമാവ്, റബ്ബർ എന്നിവയ്ക്ക് ഉത്തമം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥ എങ്ങനെയാണ്? ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ് ഇവിടെ പ്രധാനമായും അനുഭവപ്പെടുന്നത്. ഇതിന് 4 ഋതുക്കളുണ്ട്. ശൈത്യകാലം ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ. വേനൽക്കാലം മാർച്ച് മുതൽ മെയ് വരെ. മൺസൂൺ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ നൽകുന്നത്. മൺസൂൺ പിൻവാങ്ങൽ ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പ്രധാന വിളകളെക്കുറിച്ച് പറയാമോ? വിളകളെ പ്രധാനമായും 3ആയി തിരിക്കാം: ഭക്ഷ്യവിളകൾ, നാരുവിളകൾ, എണ്ണക്കുരുക്കൾ. ഭക്ഷ്യവിളകൾ: നെല്ല്, ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ. നെല്ല് മൺസൂൺ മഴയെ ആശ്രയിച്ചാണ് കൃഷി ചെയ്യുന്നത്. നാരുവിളകൾ: പരുത്തിയും ചണവുമാണ് പ്രധാനം. തുണിത്തരങ്ങൾ, ബാഗുകൾ എന്നിവ ഉണ്ടാക്കാൻ ഇതുപയോഗിക്കുന്നു. എണ്ണക്കുരുക്കൾ: നിലക്കടല, കടുക്, സോയാബീൻ, സൂര്യകാന്തി എന്നിവ. ഇവ ഭക്ഷ്യ എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ഈ വിളകളെല്ലാം ഒരേ സീസണിലാണോ കൃഷി ചെയ്യുന്നത്? അല്ല, വിളകളെ അവയുടെ വളർച്ച കാലമനുസരിച്ച് പ്രധാനമായും 3ആയി തിരിച്ചിരിക്കുന്നു. ഖാരിഫ് വിളകൾ: മൺസൂൺ ആരംഭിക്കുമ്പോൾ ജൂൺ കൃഷി ഇറക്കുകയും മൺസൂൺ അവസാനിക്കുമ്പോൾ ഒക്ടോബർ വിളവെടുക്കുകയും ചെയ്യുന്നു. നെല്ല്, പരുത്തി എന്നിവ ഉദാഹരണം. റാബി വിളകൾ: ശൈത്യകാലത്ത് ഒക്ടോബർ നവംബർ കൃഷിയിറക്കി വേനൽക്കാലത്ത് മാർച്ച് ഏപ്രിൽ വിളവെടുക്കുന്നു. ഗോതമ്പ്, കടുക് എന്നിവ ഉദാഹരണം. സെയ്ദ് വിളകൾ: ഖാരിഫ് റാബി വിളകൾക്കിടയിലെ വേനൽക്കാലത്ത് കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല വിളകൾ. പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവ ഉദാഹരണം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെക്കുറിച്ചും അവിടത്തെ മണ്ണിനെക്കുറിച്ചും വിളകളെക്കുറിച്ചും ഈ ചർച്ചയിലൂടെ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ കഴിഞ്ഞു രാജു. തീർച്ചയായും രാധേ.